ഹായ് എവ്രി വൺ, വെൽക്കം ടു ദ ഗ്ലോബൽ. അപ്പൊ ഇന്ന് നമ്മള് സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റ് സാരി ഡ്രിപ്പിംഗ് ആണ് കാണാൻ പോകുന്നത്. ബേസിക്കലി ഒരു മോമേഡ് സ്റ്റൈൽ റെട്രോ ഡ്രിപ്പ് ആണ്. ഇറ്റ്സ് ഇച്ചിരി ഡിഫറെന്റ് ഫ്രം നമ്മുടെ നോർമൽ സെറ്റ് സാരി കൊടുക്കുന്നത്. വൺ ടിപ്പ് ദാറ്റ് ഐ വാണ്ട് ടു ടെൽ യു ഇസ് എപ്പോഴും ഒരു ഷെയ്ഡ് വെൽ ഉപയോഗിക്കണം. എപ്പോൾ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള സാരി ആണെങ്കിൽ നമുക്ക് സാധാ കോട്ടൺ സ്കേർട്ട് ഉപയോഗിക്കാം. പക്ഷെ സെറ്റ് സാരി അല്ലെങ്കിൽ സിൽക്ക് സാരി അങ്ങനത്തെ ഒക്കെ ആവുമ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ ദറ്റ് യു യൂസ് ആ ടീഷർട്ട് സ്കേർട്ട് ഓർ ലൈക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് വെയർ ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ബി എ ലോട്ട് മോർ ഈസി ടു മാനേജ് ആയിരിക്കും. ഭയങ്കര ലെസ് ഹെവി ലുക്കിംഗ് ആയിരിക്കും. ഇതിപ്പോ ഈ സാരിയുടെ പല്ലു എങ്ങനെയാണ് വരുന്നത്? അപ്പൊ ഞാനിത് പ്ലീറ്റ് ചെയ്തിട്ടാണ്, ഇങ്ങനൊരു ചെക്ക് ഡിസൈൻ ഉള്ള ഒരു സാരിയാണ്. അപ്പൊ അത് ഞാൻ പ്ലീറ്റ് ചെയ്തിട്ടാണ് എടുക്കാൻ പോകുന്നത്. സോ ആക്ച്വലി ഈ പ്ലീറ്റ് ചെയ്യല് ബാക്കി കൊടുക്കുന്നതിന് മുന്നേ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് എ ലോട്ട് ഈസിയർ ഫീൽ. അപ്പൊ നമ്മൾ ഇങ്ങനെ എടുത്ത് പ്ലീറ്റ് ചെയ്ത് വെക്കാം. ഡിസൈഡ് ചെയ്യാം നമുക്ക് എത്ര ലെങ്ത്തിൽ വേണം ആ ലെങ്ത് വരെ പ്ലീറ്റ് ചെയ്ത് വെക്കാം. ഇതിങ്ങനെ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങുക. റൈറ്റ് സൈഡിലാണ് സാരിയുടെ ഫ്രണ്ട് വരണ്ടേ. റൈറ്റ് സൈഡിൽ നിങ്ങൾ ഹീൽ അങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ ഹീൽ ഇട്ട് കഴിഞ്ഞിട്ട് സാരി കൊടുക്കുക. കാരണം അല്ലെങ്കിൽ ലെങ്ത് കുറയാൻ അതൊരു ഭംഗി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഹീൽ ഇടുന്നുണ്ടെങ്കിൽ അതിട്ടിട്ട് പിന്നെ ബാക്കി ചെയ്യുക. എന്നിട്ട് ഒരു ഫുൾ റൗണ്ട് എടുക്കുക. ഫുൾ റൗണ്ട് എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് കുത്തുക. ഇനി നമുക്ക് പ്ലീറ്റിനുള്ള സ്ഥലം വിടുക. അല്ലെങ്കിൽ നിങ്ങൾ പല്ലുവിന്റെ ലെങ്ത് വയ്ക്കുമ്പോൾ ഓൾവേസ് മുട്ടിന് താഴെ എത്തുന്ന പോലെ വയ്ക്കുക. കുറച്ച് ലെങ്ത്തിൽ കൊടുക്കാം നമുക്ക്. ഇത് നമ്മളുടെ ഫുൾ സർക്കിൾ ഇത്രയും കുറച്ച് സ്ഥലം വിട്ടിട്ട് ഇനി നിങ്ങൾ പല്ലു എടുക്കുക. പല്ലു എടുത്തിട്ട് ഒരു റൗണ്ട് ചുറ്റ് ഷോൾഡർ വയ്ക്കുക. പിന്നെയുള്ള ഭാഗം ഷോൾഡർ വയ്ക്കാണ്. ഇനി ഇത് റഫായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ഇവിടെ നിന്ന് എടുക്കുക. ഇനി നമ്മള് ആദ്യം വെച്ച ലെയർ ഇല്ലേ, അത് ആക്ച്വലി നന്നായിട്ട് ടക്ക് ചെയ്ത് കൊടുക്കണം അകത്തേക്ക്. പക്ഷെ ഞാൻ വിട്ടുപോയി. നന്നായിട്ട് belly ബട്ടണിൽ കൂടെ ക്രോസ് ചെയ്യുന്ന പോലെ വെച്ചിട്ട് ഇവിടെ പിൻ ചെയ്യാം. പ്ലീറ്റ്സ് എടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ തുറന്നിട്ട് ടക്ക് ചെയ്യുന്ന ഭാഗം പുറത്തെടുക്കാം. ഇങ്ങനെ പ്ലീറ്റ്സ് എടുക്കാം. ഭയങ്കര ചെറിയ പ്ലീറ്റ്സ് എടുക്കണ്ട, നോർമൽ സൈസ് പ്ലീറ്റ്സ് എടുത്തോളൂ. കാരണം ഭയങ്കര ബൾക്കിയാവും ഭയങ്കര ചെറിയ പ്ലീറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വയറിന്റെ ഭാഗത്ത്. അപ്പൊ എപ്പോഴും കുറച്ച് പരത്തി ഒരു നോർമൽ സൈസ് പ്ലീറ്റ്സ് എടുക്കാൻ നോക്കാം. അതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം പ്ലീറ്റ്സ് കിട്ടും. ഭയങ്കര ഹെവിയായി ഇരിക്കില്ല ആ ഭാഗം. ഇനി ഒരു കുറച്ച് ഭാഗം ബാക്കി വരും, അതവിടെ കിടന്നോട്ടെ. ഇനി നമുക്ക് ഈ പ്ലീറ്റ്സ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് ഈവൺ ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ആൻഡ് അതൊരു ഇച്ചിരി ഗ്യാപ്പ് വിട്ടിട്ട് ചെയ്യാം. ഇങ്ങനെ ഇച്ചിരി ഗ്യാപ്പ് വിട്ട് ചെയ്യാം. അതാകുമ്പോൾ അതങ്ങനെ പരന്ന് കുറച്ചും കൂടി ഭംഗിയിലിരിക്കും. ഇനി ഇത് ഞാനൊന്ന് പിൻ ചെയ്യാൻ പോവാണ്. ഇനി അതേ പ്ലീറ്റ്സ് അടിയിലേക്കും കൂടി ഒന്ന് എടുക്കാൻ നോക്കുക. അതിങ്ങനെ പിടിച്ചിട്ടൊന്ന് ഇതാക്കി കൊടുത്താൽ മതി. നമുക്ക് അയൺ ചെയ്ത് കൊടുക്കണമെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കാം. പക്ഷെ ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല, നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാൻ മാത്രം. ഇങ്ങനെ പിടിക്കുക. ഈ സൈഡിൽ വന്ന ഭാഗം നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ഒന്ന് വലിക്കുക നന്നായിട്ട്. അപ്പൊ ഇവിടെ ടൈറ്റ്. അതിലൊന്ന് രണ്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ഹിപ്പ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ആ സൈഡൊക്കെ ഞാൻ കുറച്ചും കൂടി ഒരു പ്രോപ്പറായിട്ട് ഇരിക്കും. കൊടുക്കാം. ഇനിയാണ് വാട്ട് ഈസ് ഡിഫറെന്റ് അബൌട്ട് ദിസ് പ്ലീറ്റ്. ഇനി നമ്മൾ ഈ സൈഡിൽ വരുന്ന ഭാഗം ബാക്കി കുറച്ച് കീറ്റി വെച്ചിട്ട് ഈ സൈഡിൽ ഇവിടേക്ക് വരുമ്പോൾ വീണ്ടും ഒന്ന്
പരട്ടി കൊടുക്കാം. ഈ സൈഡ് പോലെ തന്നെ ഈ സൈഡും വയ്ക്കും. ഇവിടെ ഒരു പിൻ കുത്തുക. എന്നിട്ട് നമ്മള് പരണ്ടി വയ്ക്കാം. ഇവിടെ ഒന്ന് നന്നായിട്ട് അറേഞ്ച് ചെയ്യാം. ഈ ഷോൾഡറിലുള്ളതും കുറച്ച് ഇതില് എല്ലാ പ്ലീറ്റ്സും കാണണ്ട, കുറച്ച് 1-2 കണ്ടാൽ മതി ഫ്രണ്ടിലേക്ക്. അങ്ങനൊരു ഭംഗി. ആൻഡ് ചെസ്റ്റിന് ക്രോസ് ആയിട്ടുള്ള രീതിയിൽ വെക്കാം. എന്നിട്ട് നേരെ ഷോൾഡറിലല്ലാണ്ട് ഷോൾഡറിന് തൊട്ട് ബാക്കിലായിട്ട് ബ്ലൗസ് ആയിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. This is what retro mermaid saree pleat looks like. Now, tissue saree again, it is still a little bulky. If you're a beginner, go for much lighter sarees that are easier to manage. This is finished look. This is what a retro style mermaid braid looks like. If you want a different item, you can go for this. So, hope you enjoyed the video. Let me know if you tried it and how helpful it was for you. Don't forget to like, share and subscribe to my channel for more beauty videos. Okay, until I see you again, bye-bye.